മഹാഗുരു എന്താണ് ചെയ്തത്? മഹാഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സ്പഷ്ടമായി നിലാവ് അങ്ങ് നീങ്ങി. നിലാവ് എപ്പോഴാണുള്ളത്? നിലാവുള്ളപ്പോൾ എന്താണ്? എല്ലാ കാഴ്ചകളും അവ്യക്തമാണല്ലേ? നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, അത് അവ്യക്തമാണ്. പക്ഷേ മഹാഗുരു കണ്ടു തന്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മസ്വരൂപത്തെ, മഹാദേവനെ. അതാണ് സദാശിവ ദർശനത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ ശിവശതകത്തിലൊക്കെ ഗുരു തന്റെ ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗുരു കണ്ടു, സ്പഷ്ടം നിലാവ് അങ്ങ് നീങ്ങി, ദിനകരൻ ഉദയം ചെയ്തു. രാത്രി മാറുമ്പോൾ രാവിലെ എന്താണ്? സൂര്യൻ ഉദിക്കും. ആ സൂര്യനെ കുറിച്ച് ഗുരു പറയുന്നില്ലേ? ഒരു കോടി ദിവാകരൊത്തുയരും പടിപാരോടു നീരനലാദികളും കെടുമാറു പിളർന്നു വരുന്നൊരു നിൻ വടിവെന്നും ഇരുന്നു വിളങ്ങിടണം. ഭഗവാൻ എന്താ പറയുന്നത്? ഒരു കോടി സൂര്യൻ, നമ്മൾക്ക് ഒരു സൂര്യൻ ഉദിച്ചു നിന്നാൽ നമുക്ക് ചൂട് കൊണ്ട് കഴിയില്ല അല്ലെ? അപ്പോ ഒരു കോടി സൂര്യന്മാർ ഉദിച്ചുയരുമ്പോൾ എത്ര ശോഭയോടെ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുമോ? അതേ ശോഭയോടെ ശ്രീനാരായണ പരമഹംസദേവൻ മഹാദേവനെ കണ്ടു. തന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ദാ മുന്നിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ കണ്ട ഗുരു, അതാണ് പറഞ്ഞ ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു. തന്റെ ഉള്ളിൽ താൻ ആരാണെന്ന് ഗുരു തിരക്കി നടന്ന, ഗുരു ജീവിതം മുഴുവൻ തിരക്കി നടന്നു താൻ ആരാണെന്ന്. അതറിയാൻ പോയ താൻ തന്റെ മുന്നിൽ അതാ ആ പരമാത്മ സ്വരൂപമായ ചൈതന്യത്തെ താൻ കണ്ടു. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറകിലേക്ക് പോരുമോ? താഴേക്ക് പോരുമോ? ഇല്ല, പിന്നെ നമ്മൾ മുകളിലേക്ക് പോകാനാണ് പോകുന്നത്. പക്ഷെ ഭഗവാൻ എന്താ പറയുന്നത്? ഒരാൾ ബ്രഹ്മവിത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പല പൊസിഷൻ ഉണ്ട്. ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ് വരിയാൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ന് പറയുന്ന ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഋഷി പിന്നെ അവിടുന്ന് എങ്ങോട്ടും പോവുകയില്ല. അവിടെ ഇരുന്ന് മഹാസമാധിയെ പ്രാപിക്കും. അപ്പൊ ഗുരു പറയുന്നു, ഞാൻ ബ്രഹ്മവിത്തായി, ഞാൻ ആ പരമാത്മ സ്വരൂപത്തെ കണ്ടു, സാക്ഷാത്കാരം നേടി. പക്ഷേ തട്ടി തട്ടി പെരുക്കി ആ പെരുവെളിയിൽ ആ പരമാത്മ ചൈതന്യത്തിലേക്ക് പോകാൻ പിന്നെയാട്ടെ. എന്തുകൊണ്ടാണ്? എനിക്ക് അങ്ങോട്ട് പോകണ്ട, എനിക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് പോകണ്ട. കഷ്ടം ദീനം പിടിച്ചോ മതിരയതോ കുടിച്ചോ കിടക്കുന്ന ലോകര് നമ്മളൊക്കെ അന്ന് ഏത് പൊസിഷനിലായിരുന്നു? ഭഗവാൻ ആത്മസാക്ഷാത്കാരം നേടിയ ആ ഒരു സമയത്ത് നമ്മളെ ദീനം പിടിച്ചു കിടക്കുന്നു അവര് പറയുന്നത്. എന്ത് ദീനമായിരുന്നു നമുക്ക് പിടിച്ചു കിടന്നത്? കിടക്കുകയായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ, നല്ലൊരു വസ്ത്രം ധരിക്കാൻ, സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു ക്ഷേത്രത്തിൽ വന്ന് നിന്നൊന്ന് തൊഴാൻ, ദൈവമേ എന്നൊന്ന് വിളിക്കാൻ പോലും നമുക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് അറിയില്ല, നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞു തരാൻ മടിച്ചുപോയ, മറന്നുപോയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഗുരുവിനെ, എന്താണ് ഈ ഗുരുവിനെ നിങ്ങൾ എല്ലാവരും വിളിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്നതിന്റെ കാരണം അതാണ്. കാരണം നമ്മൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ, നമ്മൾ എന്തെങ്കിലും വാദമൊന്ന് സംസാരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നെങ്കിൽ, അധികാരവും അവകാശവും കിട്ടുന്നെങ്കിൽ അതിന്റെ കാരണക്കാരൻ ആ മഹാഗുരുവാണ്. ആ മഹാഗുരുവിനെ അറിയാതെ നമ്മൾ ഇന്ന് അന്ധനാണ്. ഭഗവാൻ തന്നെ പറയുന്നില്ലേ, അന്ധനാനയെ കണ്ടതുപോലെ. ഭഗവാനെ ചെന്നിട്ട് ശ്രീനാരായണ ഗുരു ആരാണ്? സാമൂഹ്യ പരിഷ്കർത്താവല്ലേ? അറിയില്ലേ? നവോത്ഥാന നായകനല്ലേ? ഓ, ശ്രീനാരായണ ഗുരു ഈഴവരുടെ ദൈവമാണ്. അദ്ദേഹത്തെ എന്തിനാണ് നമ്മൾ നമിക്കുന്നത്? അതല്ലെങ്കിൽ പിന്നെ ഏറ്റവും അങ്ങേയറ്റം പോയാൽ ഇത്രയും പറയും, അദ്ദേഹം 1064 കൃതികളൊക്കെ രചിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ കൃതികൾ ഞാൻ ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികൾ വായിച്ചിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, നാരായണീയം ഒക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീനാരായണ പരമഹംസദേവൻ ഈ നമുക്ക് വേണ്ടിയിട്ട് തന്ന ഈ കടലിനോട് നമുക്ക് ഒന്നിനെയും ഉപമിക്കാൻ കഴിയില്ല. കടലാണ് ഭഗവാന്റെ കൃതികൾ. നിങ്ങൾക്ക് ശ്രീനാരായണ പരമഹംസദേവനെ അറിയണമെങ്കിൽ നിങ്ങൾ ആ കടലിന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലണം. അവിടെ നിന്ന് കിട്ടുന്ന ഒരു കാറ്റ് മതി നമ്മൾക്ക് നമ്മളുടെ ജീവിതം ധന്യമാകാൻ, പ്രകാശപൂരിതമാകാൻ. ആ ഗുരു ദീനം പിടിച്ച് മതിര കുടിച്ചു കിടക്കുന്ന പറയുന്നത്. എന്താണ് മതിര കുടിച്ചു കിടക്കുന്നവരുടെ കുഴപ്പം? എന്താണ് മതിര എന്ന് പറഞ്ഞാൽ? എന്താ പലർക്കും അറിയാമായിരിക്കും അല്ലേ? മതിര കുടിച്ച് അങ്ങനെ കുടിച്ചു കിടക്കുന്നവർക്ക് എന്താ? അവർക്ക് ബോധമില്ല. നമ്മളൊരു കാലത്ത് ബോധമില്ലാത്തവരായിരുന്നു. നമ്മുടെ അവകാശം എന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മുടെ ഉള്ളിലും
ലോകർക്കുത്തിഷ്ഠോത്തിഷ്ഠ ശീഘ്രം, നദിയിൽ മുഴുകുവാൻ, ആ ജ്ഞാനമാകുന്ന നദിയിൽ ഇവരെ കൊണ്ടുപോകാൻ എന്നുള്ളതാണ് എന്റെ അവതാര ലക്ഷ്യം. അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട് അന്ന് ഭഗവാൻ അന്ന് മുതൽ ഈ സാമൂഹ്യ പരിഷ്കരണം എന്തുകൊണ്ടാണ് ഗുരു സാമൂഹ്യ പരിഷ്കരണം നടത്തിയത്? എന്തിനാണ് ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്? ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തിയിരുന്നത് എന്തിന്റെ പേരിലായിരുന്നു? ദൈവത്തിന്റെ പേരിലായിരുന്നു, അല്ലെ? ദൈവങ്ങളിൽ നിങ്ങൾക്ക് ഈ ദൈവങ്ങളെ ഒന്നും പൂജിക്കാനുള്ള അവകാശമില്ല. ഇതൊക്കെ സവർണ ദൈവങ്ങളാണ്. വല്ല കാളിയെയോ മാടനെയോ മറുതയെയോ ഒക്കെ പൂജിക്കുക. ഇവയ്ക്കൊക്കെ കള്ളും രക്തവും ഒക്കെ അഭിഷേകമായിട്ടും നിവേദ്യമായിട്ടും സമർപ്പിക്കുക. അതായിരുന്നു നമ്മളുടെ ഒരു 4 തലമുറയ്ക്ക് മുമ്പുള്ളവർ ചെയ്തിരുന്നത്. ഒരിക്കലും സാത്വിക മൂർത്തികളെ ആരാധിക്കാനുള്ള അവകാശമേ നമുക്കുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഗുരുദേവൻ ആ സമയത്ത് അരുവിപ്പുറത്ത് 1888 ശിവപ്രതിഷ്ഠ നടത്തിയത്? നമുക്കൊക്കെ അറിയാം. ആ സമയത്ത് ഈഴവനെന്ന്